ഇന്ന് നമ്മള് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. മൂന്നാറിൽ ഭയങ്കര തണുപ്പാണെന്ന് അറിഞ്ഞു. പിന്നെ അവിടെ പോയിട്ട് തണുപ്പൊന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാമെന്ന് ഓർത്ത് പോകുമായിരുന്നു. പോകുന്ന വഴിക്കാണ് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോകുന്നത് വെച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ആമസോണിന്റെ ജെഫ് ബേസോസ് തന്റെ ബോർഡ് മീറ്റിങ്ങുകളിൽ ഒരു കസേര മാത്രം ഒഴിച്ചിടുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും. ആ കസേര അദ്ദേഹം കസ്റ്റമറിനെ റെപ്രസെന്റ് ചെയ്താണ് ഒഴിച്ചിടുന്നത്. ഇതിൽ നിന്ന് ആമസോൺ എന്തുമാത്രം തങ്ങളുടെ കസ്റ്റമേഴ്സിനെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളാണെങ്കിലും ഏതൊരു ചെറിയ ബിസിനസ് ആണെങ്കിലും എപ്പോഴും ഒരു പ്രൊഡക്റ്റ് മുമ്പിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കുമ്പോൾ, വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി കസ്റ്റമറിന് കൊടുക്കണമെന്നുള്ള ഒരു പാഠമാണ് ആമസോൺ ഇതുവഴി പകർന്നു തരുന്നത്. അത് പ്രൊഡക്റ്റ് പുറത്തേക്ക് എത്തുമ്പോഴല്ല, മറിച്ച് അതിന്റെ പ്രാരംഭഘട്ടം, അതിന്റെ ആലോചന തുടങ്ങുമ്പോൾ തന്നെ കസ്റ്റമറിനെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ആമസോൺ തങ്ങളുടെ ഓരോ പ്രൊഡക്റ്റും അല്ലെങ്കിൽ ഓരോ അപ്ഡേഷൻസും വരുത്തുന്നത്. ആമസോൺ എന്ന ബ്രാൻഡിന്റെ ഇത്ര വലിയ വിജയത്തിന്റെ ഒരു രഹസ്യമായിട്ട് നിലകൊള്ളുന്നത് അവരുടെ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോഴും ഇതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് പുറത്തെത്തുമ്പോഴല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കസ്റ്റമർ ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി.